സെപ്റ്റംബർ 24 ബുധനാഴ്ച. ലൂക്ക 9:1-6 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ദൈവരാജ്യം പ്രഖ്യാപിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും യേശു തൻ്റെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തുന്നതാണ്. അതേസമയം ദൈവത്തിൻ്റെ കരുതലിലും മറ്റുള്ളവരുടെ ആതിഥ്യ മര്യാദയിലും ആശ്രയിച്ച് യാതൊരു വിഭവങ്ങളും എടുക്കാതെ വെളിച്ചത്തിൽ സഞ്ചരിക്കാൻ യേശു അവരോട് നിർദ്ദേശിക്കുന്നു. സ്വന്തം വിഭവങ്ങളിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലും കരുതലിലും ആശ്രയിച്ചുകൊണ്ട് ലൗകിക ആസക്തികളിൽ നിന്ന് മുക്തരായി ജീവിക്കാനും ദൈവരാജ്യം പങ്കിടാനും അവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ ഭാഗം ഇന്നത്തെ സമകാലിക ശിഷ്യന്മാരോടും ഉള്ള ആഹ്വാനമാണ്. ദിവ്യ അധികാരം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ശക്തി മാത്രമല്ല, ദുർഭൂതങ്ങളുടെയും രോഗങ്ങളുടെ മേൽ അധികാരവും നൽകുന്നു. അത് അവരെ തൻ്റെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനപതികളാകാൻ പ്രാപ്തരാക്കുന്നു. രാജ്യം പ്രഖ്യാപിക്കുക. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഖ്യാപിക്കുകയും രോഗശാന്തിയിലൂടെ അതിൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ശിഷ്യന്മാരുടെ ദൗത്യം. ആന്തരിക ശക്തി. യഥാർത്ഥ ശിഷ്യന്മാർ യേശുവുമായുള്ള ബന്ധത്തിലൂടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശാക്തീകരിക്കപ്പെടുന്നു. ഇത് അവരുടെ പ്രതിബദ്ധതയും തീക്ഷ്ണതയും വർദ്ധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കൽ. ശിഷ്യന്മാരോട് യാത്രയ്ക്കായി ഒന്നും എടുക്കരുതെന്ന് യേശു കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിലും മറ്റുള്ളവരുടെ ദയയിലും അവർ പൂർണ്ണമായി ആശ്രയിക്കണമെന്ന് ഊന്നിപ്പറയുന്നു. നമ്മുടെ സ്വന്തം വിഭവങ്ങളിൽ ആശ്രയിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വയം പര്യാപ്തത ഉപേക്ഷിക്കാനും പകരം ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കാനും അവിടുന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ അവിടുത്തെ സഹായം സ്വീകരിക്കാനും ഈ നിർദ്ദേശം നമ്മെ വെല്ലുവിളിക്കുന്നു. അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷികളാവുക. വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും ശക്തിക്കും നാം സാക്ഷികളാണ്. നമ്മുടെ ലോകത്തിലേക്ക് പ്രത്യാശയും ധൈര്യവും നാം കൊണ്ടുവരണം. ലൗകിക കാര്യങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ. വെളിച്ചത്തിൽ സഞ്ചരിക്കാനുള്ള നിർദ്ദേശം നമ്മെ ഭാരപ്പെടുത്തുന്നതും ദൈവത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് വേർപെടുത്തുന്നതിനും അവരിൽ കൂടുതൽ ആഴത്തിലുള്ള ആശ്രയം വളർത്തുന്നതിനുമുള്ള ഒരു ആഹ്വാനമായി വർത്തിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kashmir.